മേഘ കൂടി കോഴിക്കോട് നിന്ന് മഴയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. മേഘ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. എന്താ അവിടെ കഥ? മഴയുണ്ടോ? പെയ്യാൻ സാധ്യതയുണ്ടോ? മനു, മഴ മാറി നിൽക്കുന്ന കാലാവസ്ഥയല്ല ഉള്ളത്. മഴ ഇപ്പോഴും ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിൽ. മലയോര മേഖലകളൊക്കെ തന്നെയും മഴ തുടരുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മഴ പൂർണ്ണമായും വിട്ടുനിൽക്കുന്ന കാലാവസ്ഥയേ അല്ല കോഴിക്കോട്. രാവിലെ മുതൽ തന്നെ ഇടവിട്ട് നേരിയ രീതിയിൽ മഴ പെയ്യുന്നു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ ഏതായാലും വലിയ തരത്തിലുള്ള മഴയൊന്നും പെയ്യില്ല എന്നതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യം മൂടിക്കെട്ടി നിൽക്കുകയാണ്. ചാറ്റൽ മഴ ഇടയ്ക്കിടയ്ക്കായി പെയ്യുകയും ചെയ്യുന്നുണ്ട്. 2 മാസത്തെ വേനൽ അവധിക്ക് ശേഷം നമ്മുടെ കുരുന്നുകളെല്ലാം വിദ്യാലയത്തിലേക്ക് കടക്കുന്ന ദിവസമാണ്. ആദ്യത്തെ പണ്ട് കാലങ്ങളിലൊക്കെ തന്നെയും ഈ ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മഴയില്ലാതെ എന്ത് സ്കൂൾ എന്ന് ചോദിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഏതായാലും ഇന്ന് ജൂൺ 3 എത്തുമ്പോൾ മഴയും അല്പം മാറി നിൽക്കുന്നു. എന്നാലും മഴ പെയ്യും എന്ന കാലാവസ്ഥ തന്നെയാണ് കോഴിക്കോട് ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു പക്ഷേ 10 മണിക്ക് ഒരു പക്ഷേ മാറ്റമുണ്ടാകുമെന്നതാണ് നിലവിലെ കാലാവസ്ഥ. മഴ പെയ്യാനുള്ള സാധ്യതയാണ് നിലവിൽ കോഴിക്കോട് ജില്ലയിലുള്ളത് മനു. കാരണം മൂടിക്കെട്ടി നിൽക്കുന്ന കാലാവസ്ഥയാണ്. മഴ മാറി നിൽക്കുന്നതേയില്ല. ഇപ്പോൾ പോലും ഞാൻ ലൈവിൽ നിൽക്കുമ്പോൾ ചെറിയ രീതിയിൽ മഴത്തുള്ളികൾ വന്ന് പതിക്കുന്നുണ്ട്. ഏതായാലും മഴ പെയ്യും എന്ന അവസ്ഥ തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് കോഴിക്കോട് നഗരത്തിലെ കാലാവസ്ഥയാണ്. ഈ മറ്റിടങ്ങളിൽ ഗ്രാമീണ മേഖലകളിലൊക്കെ തന്നെയും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അതിശക്തമായ മഴയല്ല എങ്കിൽ പോലും മഴ മാറി നിൽക്കുന്നില്ല എന്ന് തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നും പറയാനുള്ളത്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് പ്രവേശനോത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കോഴിക്കോട് GVHS ചെറുവണ്ണൂരിലാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഏതായാലും 9:30 ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്കൂൾ തുറക്കുക എന്നത് തന്നെയാണ്. കുരുന്നുകളെല്ലാം വിദ്യാലയങ്ങളിലേക്ക് എത്തും. അപ്പോഴും മഴ മൂടിക്കെട്ടി തന്നെ നിൽക്കുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത് മനു.